ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ശരാശരി ആവറേജ്. ഇതിൻ്റെ 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പേജ് 22, 23 നമ്മൾ വീഡിയോസ് ചെയ്തതാണ്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 24ഉം 25ഉം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പേജ് നമ്പർ 24 ആൻഡ് 25 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇതിന് ഫസ്റ്റ് ചാപ്റ്റർ കോണുകൾ, ആംഗിൾസ്, അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പേജ് നമ്പർ 24. ആദ്യത്തെ ചോദ്യം നോക്കാം. ചിൽഡ്രൻസ് വർ ആസ്ക്ഡ് ടു ഡൊണേറ്റ് ബുക്സ് ടു ദ സ്കൂൾ ലൈബ്രറി യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽസ് ഫിൽ അപ്പ് ദ ടേബിൾ ബിലോ. ഇപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ 4 കോളംസ് ആണുള്ളത്. ക്ലാസ് 6A, 6B, 6C, 6D. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രന് 3 തന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യാണ്ട്. നമ്പർ ഓഫ് ബുക്സ് തന്നിട്ടുണ്ട്. ആവറേജ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് 6A, അതിൻ്റെ 30 നമ്പർ ഓഫ് ചിൽഡ്രന്, അതേപോലെ തന്നെ 120 നമ്പർ ഓഫ് ബുക്സ്, അതിൻ്റെ ആവറേജ് 4. അത് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട്. വേറെ ഓരോന്നും മിസ്സിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ 6th ആവറേജ് 4 ആണ് അവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 6th ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 40 ആണ്. 40 ആണ് ആകെ കുട്ടികളുടെ എണ്ണം. അതേപോലെ നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 240 ആണ്. 240 ആണ് നമ്പർ ഓഫ് ബുക്സ്. ഓക്കെ, 240. ഇനി നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ആവറേജ് എന്താണ്? ടോട്ടൽ ബൈ നമ്പർ. അപ്പം 240 ഡിവൈഡഡ് ബൈ 40. 240നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അപ്പം നമുക്ക് ശരാശരി 6, ആവറേജ് 6 എന്ന് എഴുതാം. ഇനി അടുത്തത് എന്താണ്? 6th കഴിഞ്ഞ് നമ്മൾ 6th ആണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് എത്രയാണ്? 175 ആണ് അവിടെ തന്നിരിക്കുന്നത്. അവിടെ തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ആവറേജ് കണ്ടുപിടിച്ചതാണ്. ഇവിടെ ആവറേജ് അഥവാ ശരാശരി അവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ബുക്സ് ബൈ ആവറേജ്. അപ്പം 175 ബൈ 7 ചെയ്യുക. 175 ഹരിക്കണം 5. 175 ഡിവൈഡഡ് ബൈ 5. 175നെ 5 കൊണ്ട് നമ്മൾ ഹരിച്ചു നോക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നോക്കുക. 10. അപ്പം 175 5 കൊണ്ട് ഹരിച്ച ഇവിടെ 15, ഇവിടെ 3, 3. ഇനി നമ്മൾ മൈനസ് ചെയ്തു. 7ന്ന് 5 മൈനസ് ചെയ്തു. അപ്പൊ 2, പിന്നെ 5. 25ൽ എത്ര പ്രാവശ്യം 5 പോകും? 5 ടൈംസ് അല്ലേ? അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 35 കിട്ടി. അപ്പൊ 175 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 35. അപ്പൊ 6th സിയിലെ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 35. ഇനി അടുത്തത് നമുക്ക് 6th ഡിയുടെ ആണ് കാണേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ, ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 32 ആണ്. ആവറേജ് 10 ആണ്. ശരാശരി എത്രയാണ്? 10 ആണ്. അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രനും ആവറേജും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? നമ്പർ ഓഫ് ബുക്സ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 32 × 10 320. അപ്പൊ 320 നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ആ ടേബിള് ഫില്ല് ചെയ്യാം. എങ്ങനെയാണ്? 6th A 20, 124 അതവിടെ തന്നിട്ടുണ്ട്. പിന്നെ 6th B 40, 246. 6th C എന്ന് പറയുന്നത് 35, 175, 5. ഇനി 6th D എന്ന് പറയുന്നത് 32, 320, 10. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് ഇൻ എ ക്ലാസ് ഓഫ് 35 ഈസ് 11. ദ ആവറേജ് ഏജ് ഇൻക്ലൂഡിംഗ് ദ ടീച്ചർ ഈസ് 12. ഹൗ ഓൾഡ് ഈസ് ദ ടീച്ചർ? അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലവണ്ണം മനസ്സിലാക്കുക. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 11 അപ്പോൾ ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12ആയി. ടീച്ചറുടെ വയസ്സ് എത്രയാണ് എന്നാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് 35 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ഇനി ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ, അപ്പോൾ ടീച്ചർ കൂടി എന്ന് പറയുമ്പോൾ 35 എന്തായി? 36ആയി. 35 + 1. ആ +1 എന്ന് പറയുന്നത് ടീച്ചറെയും കൂടി നമ്മൾ കൂട്ടിയപ്പോൾ ശരാശരി എത്രയാണ്? 12 ആണ്. ഇനി ടീച്ചറുടെ വയസ്സ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം, എങ്ങനെ ചെയ്യാൻ നോക്കാം.
The average age of a child in a class of 35 is 11. The average age including the teacher is 12. How old is the teacher? അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതുന്നത്? ആവറേജ് ഏജ് ഓഫ് 35 ചിൽഡ്രൻ 11. 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ഇനി അടുത്തത് ടോട്ടൽ ഏജ് ഓഫ് 35 ചിൽഡ്രൻ. 35 കുട്ടികളുടെ ആകെ വയസ്സ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് 35 ഗുണിക്കണം 11. 35നെ 11 കൊണ്ട് ഗുണിക്കുക. 1 into 5 5, 1 into 3 3, 1 into 5 5, 1 into 3 3. അപ്പം നമ്മൾ 5 5 3 8 3. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 385 കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 35 കുട്ടികളുടെ ആകെ വയസ്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് പറഞ്ഞത് 36 ആളായി, അതായത് ടീച്ചറും കൂടിയപ്പോൾ 36ആയി. ആവറേജ് ഏജ് ഓഫ് 36 പേഴ്സൺ 12. 36 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 12. ടോട്ടൽ ഏജ് ഓഫ് 36 പേഴ്സൺ. 36 ആൾക്കാരുടെ ആകെ വയസ്സ് എത്രയാണ്? അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? 12 ഗുണിക്കണം 36 ചെയ്യണം. 6 ഗുണിക്കണം 2 12, ബാക്കി 1. 6 6 6 1 7. ഓക്കെ, 3 into 2 6, 3 into 1 എത്രയാണ്? 3. അപ്പം നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടി? 432 കിട്ടി. 432 കിട്ടി. അപ്പൊ നമ്മള് 36 പേഴ്സൺസിന്റെയും എന്ത് കണ്ടുപിടിച്ചു? 36 പേരുടെയും വയസ്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടീച്ചർ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 432 എന്ന് പറയുന്നത് എന്താണ്? 36 പേരുടെ ആകെ വയസ്സാണ്. 385 എന്ന് പറയുന്നത് എന്താണ്? 35 പേരുടെ ശരാശരി വയസ്സാണ്. അപ്പൊ നമുക്ക് ടീച്ചർ ഏജ് കാണാൻ ഇത് തമ്മിൽ കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ 432ലെ 385 നിന്ന് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 47. അപ്പൊ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? അപ്പൊ ടീച്ചേഴ്സ് ഏജ് എത്രയാണ്? 47. ഇനി നമുക്ക് അടുത്തതും ഇതേ സെയിം പാറ്റേണുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ആവറേജ് കൂടി എന്നിട്ട് പുതിയ ആളുടെ വയസ്സ് എത്ര, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വെയിറ്റ് എത്ര എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താണ്? ആദ്യത്തെ ആവറേജും ഗുണിച്ചിട്ട് ആകെ കാണുക, രണ്ടാമത് തന്ന ആവറേജും ഗുണിച്ചിട്ട് ആകെ കാണുക, എന്നിട്ട് ആദ്യത്തെ നിന്ന് രണ്ടാമത്തെ മൈനസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് വയസ്സ് കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു കൂട്ടത്തിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം. സോനുവും കൂടി പുതുതായി ചേർന്നപ്പോൾ അവരുടെ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയി മാറി. സോനുവിന്റെ ഭാരം എത്ര? ദ ആവറേജ് വെയിറ്റ് ഓഫ് എ കിഡ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 10 is 35 kilogram. When Sonu also joined them, the average became 36 kilogram. How much does Sonu weight? നേരത്തെ ചെയ്ത പോലെ തന്നെ ടീച്ചറുടെ വയസ്സ് കാണാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും നമുക്ക് സോനുവിന്റെ വെയിറ്റ് ആണ് കണ്ടത്. സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 10 കിഡ്സ്. 10 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 35 kg, 35 കിലോഗ്രാം. അപ്പോൾ ആകെ ഭാരം ടോട്ടൽ വെയിറ്റ് കാണാൻ എങ്ങനെ? 35 ഗുണിക്കണം 10. അപ്പോൾ 35 ഗുണിക്കണം 10 ചെയ്തപ്പോൾ നമുക്ക് 350 കിലോഗ്രാം വന്നു. ഇനി അടുത്തത് ആവറേജ് വെയിറ്റ് ഓഫ് 11 കിഡ്സ്. 11 കിഡ്സിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 36 കിലോഗ്രാം ആണ്. 11 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 36 കിലോഗ്രാം. ഇനി ടോട്ടൽ വെയിറ്റ് കാണണം 36 ഗുണിക്കണം 11. 36 ഗുണിക്കണം 11 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 into 6 6, 1 into 3, അതേപോലെ തന്നെ 36, 6 9 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 396. അപ്പം എത്ര കിട്ടി? 396 kg കിട്ടി. അപ്പോൾ നമുക്ക് 11 കുട്ടികളുടെ ഭാരം എത്രയാണ്? 396 ആണ്. ഓക്കെ, 396 ആണ്. 10 കുട്ടികളുടെ ഭാരം എത്രയാണ്? 350 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സോനുവിന്റെ ഭാരം, വെയിറ്റ് ഓഫ് സോനു എത്രയൊക്കെ? ഇതൊന്ന് കുറച്ചാൽ പോരാ. 6 0 പോയാൽ 6, 9 5 പോയാൽ 4. അപ്പോൾ സോനുവിന്റെ ഭാരം എത്രയാണ്? 46 kg. ഇപ്പൊ സിമിലർ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ശരാശരി ഇത്രയായിരുന്നു, പിന്നെ ഒരാളും കൂടി കൂടിയപ്പോൾ ശരാശരി ഇത്ര കൂടിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ട് ആദ്യത്തെ വെയിറ്റ് അങ്ങോട്ട് കുറച്ചാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ആള് പുതുതായി വന്ന് ചേർന്ന ആളുടെ ശരാശരി ഭാരം നമുക്ക് കിട്ടും.
നാലാമത്തെ ചോദ്യമാണ് ദർ ആർ 8 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ വെൻ എ 35-year-old ടീച്ചർ വാസ് ട്രാൻസ്ഫേർഡ് ആൻഡ് അനദർ ടീച്ചർ ജോയിൻഡ് ദ ആവറേജ് ഏജ് വാസ് ഇൻക്രീസ്ഡ് ബൈ 2 years. ഹൗ ഓൾഡ് ഈസ് ദ ന്യൂ ടീച്ചർ? ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകനാണ് ഉള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടി. പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്രയാണ്? കഴിഞ്ഞ പാറ്റേണിൽ പോകുന്ന എല്ലാം കുറച്ചൊരു വ്യത്യാസമുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നാലാമത്തെ ചോദ്യം നോക്കാം. ഇത് വേറൊരു പാറ്റേണിലെ ചോദ്യമാണ്. 8 ടീച്ചേഴ്സ് സ്കൂളിലുണ്ടായിരുന്നു അല്ലേ? അതിൽ 35 വയസ്സുള്ള ടീച്ചറാണ് സ്ഥലം മാറിപ്പോയത്. എന്നിട്ട് പുതിയൊരു ടീച്ചർ വരികയാണ് ചെയ്തത്. അപ്പോൾ ആ പുതിയ ടീച്ചർ വന്നപ്പോൾ അവരുടെ ആവറേജ്, അതായത് ആദ്യം ഉള്ള ആവറേജ് എന്താണ് 2 കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമുള്ള ആവറേജ് അവിടെ ചോദ്യത്തിൽ ദ ആവറേജ് വാസ് ഇൻക്രീസ്ഡ് ബൈ 2 years. ആവറേജ് 2 വീതം എല്ലാവർക്കും കൂടി. ആവറേജ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 8 പേർക്കും 2 വെച്ചിട്ട് കൂടാന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്, ആകെ ടീച്ചറുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഏജ് ഓഫ് ടീച്ചർ ഹു ഗോട്ട് ട്രാൻസ്ഫർ, സ്ഥലം മാറിപ്പോയ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 35 വയസ്സാണ്. അപ്പൊ പുതിയ ടീച്ചർ വന്നപ്പോൾ ടോട്ടൽ ഇൻക്രീസ്, മൊത്തത്തിലുള്ള വർധനവാണ് നമ്മൾ കാണേണ്ടത്. മൊത്തത്തിൽ എത്രയാണ് വർധനവ്? 16 ആണ്. അതായത് ഒരു ടീച്ചറുടെ ശരാശരി എന്ന് പറയുമ്പോൾ, ശരാശരി കൂടി എന്ന് പറയുമ്പോൾ 8 ആൾക്കാരുടെയും ശരാശരി കൂടുകയാണ്. അപ്പോൾ 8 ഗുണിക്കണം 2 16. അപ്പൊ നമുക്ക് ആദ്യം പോയ ടീച്ചർ എത്രയായിരുന്നു? 35. ഇപ്പൊ എത്രയാണ് കൂടിയത്? 16 ആണ് കൂടിയത്. അപ്പൊ 35 കൂട്ടണം 16, 51 വയസ്സാണ് ഇപ്പോൾ വന്ന ടീച്ചറുടെ വയസ്സ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൊത്തത്തിലുള്ള വർധനവാണ്, ശരാശരിയിലുള്ള വർധനവാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിലാണ് 2 വയസ്സ് കൂടി എന്ന് പറഞ്ഞത്. അപ്പൊ മൊത്തത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ 16 വയസ്സാണ്, പോയ ആളിനെക്കാട്ടും 16 വയസ്സാണ് കൂടുതലുള്ളത്. അപ്പൊ 35 കൂട്ടണം 16, 51 വയസ്സ്. അപ്പൊ നാലാമത്തെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നല്ലവണ്ണം ശ്രദ്ധിച്ചു വായിക്കണം. ദ ആവറേജ് റെയിൻഫാൾ പെർ മന്ത് ഡ്യൂറിംഗ് 2014 ഇൻ എ പ്ലേസ് വാസ് കാൽക്കുലേറ്റഡ് ടു ബി 23 സെന്റിമീറ്റർ. അതായത് ഒരു മാസത്തെ ആവറേജ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഒരു സ്ഥലത്ത് 2014 പെയ്ത മഴയുടെ കണക്കെടുത്തപ്പോൾ ഒരു മാസം ശരാശരി 23 സെന്റിമീറ്റർ എന്ന് കിട്ടി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായി ആകെ 150 സെന്റിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്. ഈ 3 മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ എത്ര? 2014 ആകെ എത്ര സെന്റിമീറ്റർ മഴ പെയ്തു? മറ്റു 9 മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ റെയിൻഫാൾ എത്രയാണ്? 23 സെന്റിമീറ്റർ ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞത് ടോട്ടലാണ്. അതായത് ടോട്ടൽ റെയിൻഫാൾ ഡ്യൂറിങ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ജൂലൈ, ഓഗസ്റ്റിലൊക്കെ നമുക്ക് ടോട്ടലാണ് തന്നത്. അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ആവറേജ് ആണ് തന്നത്, ഇവിടെ ടോട്ടലാണ് തന്നത് 150 സെന്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫാൾ പെർ മന്ത് ഡ്യൂറിംഗ് ദീസ് 3 months? അത് വളരെ എളുപ്പമാണ്. ടോട്ടൽ റെയിൻഫാൾ 3 months ഇവിടെ തന്നിട്ടുണ്ട്, 150 ആണ്. അപ്പോൾ 150 ബൈ 3 months ആണല്ലോ തന്നത്, 150 ബൈ 3. അപ്പോൾ നമുക്ക് 50 സെന്റിമീറ്റർ. അപ്പോൾ ശരാശരി മഴയുടെ അളവ് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് വളരെ എളുപ്പമാണ്, അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടോട്ടൽ റെയിൻഫാൾ ഡ്യൂറിംഗ് ദ എൻറ്റയർ ഇയർ ഓഫ് 2014? എൻറ്റയർ ഇയർ ഓഫ് 2014 പറഞ്ഞിട്ട് ഒരു മാസത്തെ ശരാശരി ഇവിടെ തന്നിട്ടുണ്ട് 23 സെന്റിമീറ്റർ. ആവറേജ് റെയിൻഫോൾ ഇൻ എ മന്ത് ഓഫ് 2014. 2014 ശരാശരി ഒരു മാസത്തെ മഴയുടെ അളവാണ് 23 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ഉണ്ട് അല്ലെ? ഒരു മാസത്തെ ആവറേജ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മന്ത്സ് 12 ആണ്, 12 മാസമുണ്ട്. അപ്പൊ ടോട്ടൽ റെയിൻഫാൾ എത്രയാണ്? ടോട്ടൽ റെയിൻഫാൾ എത്രയാണ്? അപ്പോൾ 23 ഗുണിക്കണം 12. അപ്പോൾ നമുക്ക് 2 into 3 6, 2 into 2 4, 1 into 3 3, 1 into 2
അപ്പോൾ നമുക്ക് എത്രയാണ് 276 276 ആണ് നമുക്ക് എത്ര കിട്ടിയത് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് മൊത്തമായിട്ട് കിട്ടിയത് 276 സെൻറ്റിമീറ്റർ. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. നമുക്ക് മൂന്നാമത്തെ പാർട്ട് നോക്കാം. മൂന്നാമത്തെ ചോദ്യം ടോട്ടൽ റെയിൻഫോൾ ഫോർ 9 months ആണ്. വളരെ എളുപ്പമാണ്. എന്താണ് നമുക്ക് ടോട്ടൽ, അതായത് 12 മാസവും തന്നിട്ടുണ്ട്, 3 മാസവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9 മാസത്തെ കാണാം. ഈ 12 മാസം 3 മാസം കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ റെയിൻഫോൾ ഫോർ 9 months. അത് നമ്മൾ എങ്ങനെയാണ് കാണുക? 9 മാസത്തെ ശരാശരി മഴ ആകെ, അതായത് 12 മാസത്തെ 276 ആണ്, 276 ആണ്. അതിൽ നിന്ന് 3 മാസത്തേത് 150 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 150 കുറയ്ക്കുക. 276 150 കുറച്ചാൽ 6 2 1 126 സെന്റിമീറ്റർ ആണ്. 126 സെന്റിമീറ്റർ ആണ് ആകെ മഴ. അപ്പം നമ്മളുടെ ആവറേജ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ആവറേജ് 9 മാസത്തെ ആവറേജ് ചോദിച്ചിട്ടുണ്ട്. ഇതാകെ മഴയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് ആവറേജ് ആണെങ്കിൽ 126 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, അപ്പോൾ 126നെ നമ്മൾ 9 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1, ഇവിടെ 9, ഇവിടെ 36. ഓക്കെ, 36. അപ്പം 36ൽ 4 9 ടൈംസ് ആണ്. 36. അപ്പോൾ നമുക്ക് ആവറേജ് എത്രയാണ്? 14 സെന്റിമീറ്റർ ആണ്. 14 സെന്റിമീറ്റർ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആകെ 12 മാസത്തേത് 276 ആണ്, 3 മാസത്തേത് 150 ആണ്. അപ്പോൾ 276 150 കുറച്ചപ്പോൾ നമുക്ക് 126 കിട്ടി. അതാണ് ആകെ 9 മാസത്തെ ആകെ മഴ. പക്ഷെ നമ്മളോട് ശരാശരിയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 126നെ 9 കൊണ്ട് ഹരിക്കണം. 9 മാസത്തെ അല്ല നമ്മൾ കാണേണ്ടത്. അപ്പോൾ 126 ഡിവൈഡഡ് ബൈ 9 ചെയ്തപ്പോൾ നമുക്ക് 14 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി അടുത്ത കണക്ക് നോക്കാം. 6ാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒരാളുടെ ചെലവ് കണക്കാക്കിയപ്പോൾ ഒരു ദിവസത്തെ ശരാശരി 400 രൂപയായിരുന്നു. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ 400 രൂപ. വെള്ളിയാഴ്ച ചെലവ് കൂടിയപ്പോൾ ശരാശരി 430 രൂപയായി. ഇപ്പോൾ ഒരു ദിവസത്തെ ചെലവ് കൂടിയപ്പോൾ എത്രയായി? 30 രൂപ വർദ്ധിച്ചു. വെള്ളിയാഴ്ചത്തെ ചെലവ് എത്രയായിരുന്നു? ശനിയാഴ്ചത്തെ ചെലവും കൂട്ടിയപ്പോൾ ശരാശരി ചെലവ് 390 രൂപയായി. ശനിയാഴ്ചത്തെ ചെലവ് എത്ര രൂപയാണ്? When a person calculated his expenses from Sunday to Thursday, he found the average expenditure to be 400 rupees per day. അപ്പോൾ 400 രൂപയാണ് സൺഡേ മുതൽ തേഴ്സ്ഡേ വരെയുള്ളത്. പിന്നെ ഇൻക്ലൂഡിങ് ഫ്രൈഡേ ദ ആവറേജ് ഇൻക്രീസ് ടു 430 പെർ ഡേ. അപ്പം വെള്ളിയാഴ്ച കൂടെ കൂട്ടിയപ്പോൾ 30 രൂപയാണ് ആവറേജിൽ വർദ്ധിച്ചത്. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഓൺ ഫ്രൈഡേ? അപ്പം നമ്മൾ ഫ്രൈഡേത്തെ പൈസയാണ് കണ്ടെത്തേണ്ടത്. ഇൻക്ലൂഡിങ് സാറ്റർഡേ ആവറേജ് ഡിക്രീസ്ഡ് ടു 390. അപ്പോൾ സാറ്റർഡേ ആയപ്പോൾ അതെന്താ ചെയ്തത്? കുറയുകയാണ് ചെയ്തത്. 390 റുപ്പീസിലേക്ക് കുറയുകയാണ് ചെയ്തത്. ഹൗ മച്ച് ഡിഡ് ഹി സ്പെൻഡ് ഓൺ സാറ്റർഡേ? അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നല്ലവണ്ണം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് 6ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ദ ആവറേജ് എക്സ്പെൻസസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ശരാശരി ചെലവ് എത്രയാണ്? 400 രൂപയാണ്. ഓക്കെ, ഞായർ മുതൽ വ്യാഴം വരെയുള്ള ശരാശരി ചെലവ് 400 രൂപ. ഇനി ഞായർ മുതൽ വ്യാഴം വരെ എത്ര ദിവസങ്ങളുണ്ട്? 5 ദിവസമാണുള്ളത്. നമ്പർ ഓഫ് ഡേയ്സ് 5. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കാണാൻ വളരെ എളുപ്പമാണ്. 400നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 400 ഇൻറ്റു 5 ദാറ്റ് ഈസ് 2000 റുപ്പീസ്. അപ്പം നമുക്ക് 5 ദിവസത്തെ 2000 റുപ്പീസ് കിട്ടി അല്ലേ? 5 ദിവസത്തെ 2000 റുപ്പീസ് കിട്ടി. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? വെള്ളിയാഴ്ചത്തെ എക്സ്പെൻസ് കൂട്ടിയപ്പോൾ 430 രൂപയായി എന്ന് പറഞ്ഞു. ദ എക്സ്പെൻസ് ഓഫ് ഫ്രൈഡേ ആഡഡ് ആവറേജ് എക്സ്പെൻസ്. വെള്ളിയാഴ്ചത്തെ ചെലവ് കൂട്ടിയപ്പോൾ ശരാശരി ചെലവ് എത്രയാണ്? 430 430. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടി. നമ്പർ ഓഫ് ഡേയ്സ് 6. നേരത്തെ 5 ഇപ്പോൾ 6. വെള്ളിയാഴ്ചയും കൂടി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 430 ഇൻറ്റു 6. 430 ഇൻറ്റു 6 നമ്മൾ ചെയ്താൽ 6 ഇൻറ്റു 0 0 6 ഇൻറ്റു 3 18. ബാലൻസ് 1 ഇവിടെ ഇട്ടു. 6 ഇൻറ്റു 4 24 പ്ലസ് 1 25. അപ്പോൾ 2580. അപ്പോൾ വെള്ളിയാഴ്ചത്തെ എക്സ്പെൻസ് എത്രയാണ്? 2580.
അപ്പോൾ മൊത്തത്തിലുള്ളതാണ് നമ്മൾ പറയുന്നത്. 5 ദിവസത്തത് 2000, 6 ദിവസത്തത് 2580. അപ്പോൾ നമുക്ക് ഈ വെള്ളിയാഴ്ചത്തെ മാത്രം എക്സ്പെൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതിയല്ലേ. അപ്പോൾ നമ്മൾ 6 ദിവസത്തെ എക്സ്പെൻസിൽ നിന്ന് 5 ദിവസത്തെ എക്സ്പെൻസ് കുറച്ചു. 2580 മൈനസ് 2000, ദാറ്റ് ഈസ് 580 rupees. അപ്പോൾ എക്സ്പെൻസ് ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ചത്തെ ചെലവ് എത്രയാണ്? 580. ഇനി നമ്മളോട് ശനിയാഴ്ച കൂടി കൂടിയപ്പോൾ എക്സ്പെൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്തു നോക്കാം. ദ ആവറേജ് എക്സ്പെൻസ് വെൻ സാറ്റർഡേ ആഡഡ്, ശനിയാഴ്ചത്തെ ചെലവ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി ചെലവ് എത്രയാണ്? 390, 390. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ്, ദിവസങ്ങളുടെ എണ്ണം എന്താണ്? ഒരു ദിവസം കൂടി കൂടിയല്ലേ. നേരത്തെ 6 ആയിരുന്നു വെള്ളിയാഴ്ച, ഇനി ശനിയാഴ്ച കൂടി കൂടുമ്പോൾ എന്തായി? 7 ആയി. നമ്പർ ഓഫ് ഡേയ്സ് 7. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 390 into 7, 700. 7 into 9, 63 ആണ്. അതിന് നമ്മൾ 3 ഇവിടെ ഇട്ടു, ബാക്കി 6 ഇതിന്റെ കൂടെ പോയി. 7 into 3 എന്ന് പറയുന്നത് 21 ആണ്. 21 plus 6, 27. അപ്പൊ എത്രയാണ് നമുക്ക് എക്സ്പെൻസ്? 2730. എക്സ്പെൻസ് എത്രയാണ്? 2730 ആണ്. അപ്പൊ നമുക്ക് 2730 rupees എഴുതാം. ഓക്കെ, 2730. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? എമൗണ്ട് എക്സ്പെൻസ് ഓൺ സാറ്റർഡേ അല്ലെ, എക്സ്പെൻസ് ഓൺ സാറ്റർഡേ, അതായത് ശനിയാഴ്ചത്തെ ചെലവ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ശനിയാഴ്ചത്തെ ചെലവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2730, 2730 നമുക്ക് വെള്ളിയാഴ്ച വരെയുള്ള ചെലവ് കുറച്ചാൽ പോരെ? 2580. അപ്പൊ നമ്മൾ അത് ചെയ്തു നോക്കണം. 2730 മൈനസ് 2580. ഓക്കെ, 0 ഇവിടെ 3 ആണ്. അപ്പൊ നമ്മളൊന്ന് ബോറോ ചെയ്തു. 30 മൈനസ് 8 എത്രയാണ്? 30 മൈനസ് 8 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1, അപ്പോൾ ഇവിടെ 6 ആണ്. 6 മൈനസ് 5 എത്രയാണ്? 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 150 rupees. 150 rupees ആണ് നമുക്ക് കിട്ടിയത്. 150 രൂപയാണ് ശനിയാഴ്ചത്തെ ചെലവ്. ഓക്കെ, ദ എമൗണ്ട് സ്പെൻഡ് ഓൺ സാറ്റർഡേ എത്രയാണ്? 150 rupees. ശനിയാഴ്ചത്തെ ചെലവ് 150 rupees. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം 5 ദിവസത്തെ ചെലവായിരുന്നു തന്നത്. അപ്പൊ നമ്മൾ 5 ദിവസത്തെ ചെലവ് കണ്ടു. പിന്നെ നമ്മളോട് ഫ്രൈഡേ കൂട്ടാൻ പറഞ്ഞു. അപ്പൊ ചെലവ് കൂടി. അപ്പൊ നമ്മൾ 430 6 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതിൽ നിന്ന് നമ്മൾ 5 ദിവസത്തെ ചെലവ് കുറച്ചപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചത്തെ ചെലവ് കിട്ടി. പിന്നെ നമ്മളോട് പറഞ്ഞ ശനിയാഴ്ചത്തെ ചെലവ് കൂടി കൂട്ടിയപ്പോൾ 390 ആയിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് വെള്ളിയാഴ്ച വരെയുള്ള ചെലവെന്ന് കുറച്ചപ്പോൾ നമുക്ക് ശനിയാഴ്ചത്തെ ചെലവ് കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത 7ാമത്തെ ചോദ്യം, 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ നോക്കാം. 40 children of class 6 donated 50 rupees on average to the mutual aid fund. 30 children of class 5 donated 800 rupees in all. If we consider both classes together, how much did each donate on average? സഹായ നിധിയിലേക്ക് 6ാം ക്ലാസ്സിലെ 40 കുട്ടികൾ ശരാശരി 50 രൂപ വീതവും 5ാം ക്ലാസ്സിലെ 30 കുട്ടികൾ ആകെ 800 രൂപയും കൊടുത്തു. ഓക്കെ, 2 ക്ലാസ്സിലെയും കുട്ടികളെ ഒരുമിച്ചെടുത്താൽ അവരിൽ ഒരാൾ ശരാശരി എത്ര രൂപ കൊടുത്തു? അപ്പോൾ ചോദ്യം നല്ലവണ്ണം വായിക്കണം. കാരണം 6ാം ക്ലാസ്സിലെ 40 കുട്ടികൾ എത്രയാണ്? ശരാശരി 50 രൂപ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ആകെ 800 രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 6th, 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 40 കുട്ടികളാണുള്ളത്. 40 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പൊ ആവറേജ് എമൗണ്ട് എത്രയാണ്? 50 ആണുള്ളത്. അപ്പൊ ടോട്ടൽ കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50 into 40, ദാറ്റ് ഈസ് 2000 rupees. 50നെ 40 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ടോട്ടൽ കാണാൻ 50നെ 40 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് 2000 കിട്ടി. ഇനി 5ാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 5 30 ആണ്. അവരെ ടോട്ടൽ എമൗണ്ട് തന്നെ അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 800 ആണ്. അപ്പൊ നമുക്കിത് കാണേണ്ടത് 2 ക്ലാസ്സിലെയും കുട്ടികളുടെ ആവറേജ് ആണ് കാണേണ്ടത്. തുകയുടെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പൊ ആദ്യത്തെ 5ാം ക്ലാസ്സിലെ കുട്ടികൾ, 6ാം ക്ലാസ്സിലെ കുട്ടികൾ 2000, 5ാം ക്ലാസ്സിലെ കുട്ടികൾ എത്രയാണ്? 800 തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ടോട്ടൽ
ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ ആവറേജ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ 40 കുട്ടികളും ഇവിടെ 30 കുട്ടികളും ഉണ്ട്. അപ്പോൾ 40 + 30 70 സ്റ്റുഡൻസ് മൊത്തം ഉണ്ട്. ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 2000 ഉണ്ട് 800 ഉണ്ട്. അപ്പോൾ 2800 അതിന് രണ്ടു കൂട്ടി സ്റ്റുഡൻസും 6ലെയും 5ലെയും കുട്ടികളുടെ എണ്ണവും കൂട്ടി 6ലെയും 5ലെയും കുട്ടികളുടെ അവർ തന്ന എമൗണ്ടും കൂട്ടി. ഇനി നമ്മൾ ആവറേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 2800നെ 70 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 റുപ്പീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 40 റുപ്പീസാണ്. 8th ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 groups of 10 kids. The average weight of a kid in each group is 35 kg. One more kid joined each group. The average weight of a kid in the first group is still 35 kg. The average weight of a kid in the second group is now 36 kg. The average weight of a kid in the third group is now 34 kg. Compute the weight of new kid in each group. 10 കുട്ടികൾ വീതമുള്ള 3 സംഘങ്ങൾ, 3 ഗ്രൂപ്പ്. 3ലും ഒരാളുടെ ശരാശരി ഭാഗം 35 കിലോഗ്രാം ആണ്. ഓരോ സംഘത്തിലും പുതിയ ഒരാൾ കൂടി ചേർന്നു. ആദ്യത്തെ സംഘത്തിലെ ശരാശരി ഇപ്പോഴും 35 കിലോഗ്രാം ആണ്, മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ സംഘത്തെ ഇപ്പോഴത്തെ ശരാശരി എത്രയാണ്? 36 കിലോഗ്രാം, അതായത് 35 1 കൂടി. മൂന്നാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി 34 കിലോഗ്രാം. അപ്പോൾ എന്താണ്? ശരാശരിയിൽ നിന്ന് 1 കുറഞ്ഞു. അപ്പോൾ ഓരോ സംഘത്തിലും പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണക്കാക്കാനാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലാസ്റ്റത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എത്രയാണ്? എത്ര കുട്ടികളാണ്? ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിലെ കുട്ടികളുടെ ശരാശരി വെയിറ്റ്, ആവറേജ് വെയിറ്റ് എത്രയാണ്? 35 kg ആണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് നമുക്കറിയാലോ, 35 ഗുണിക്കണം 10, 35 × 10 ദാറ്റ് ഈസ് 350 kg. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം 350 kg. ഇനി ടോട്ടൽ വെയിറ്റ്, ഇനി ഒരു കുട്ടി കൂടുതലായി വന്നല്ലോ. 10 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, ഇനി 11 കിഡ്സ്, ഒരു കുട്ടി വന്നാണ്. അപ്പോൾ 11 × 35 നമ്മൾ ചെയ്തപ്പോൾ 385 നമുക്ക് കിട്ടി. അപ്പോൾ പുതിയ കുട്ടിയുടെ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 385 - 350 ദാറ്റ് ഈസ് 35 കിലോഗ്രാം. 35 കിലോഗ്രാമാണ് ആദ്യത്തെ ഗ്രൂപ്പിൽ വന്ന കുട്ടിയുടെ വെയിറ്റ്. അപ്പോൾ അതറിയാലോ, ആദ്യം നമ്മൾ 10നെ 35 കൊണ്ട് ഹിൻഡ് ചെയ്തു. അതായത് 10 കുട്ടികളുടെ വെയിറ്റ് കണ്ടു. പിന്നെ നമ്മൾ 11 കുട്ടികളുടെ വെയിറ്റ് തന്നു. അതിൽ നിന്ന് 11 കുട്ടികളുടെ വെയിറ്റ് നിന്ന് 10 കുട്ടികളുടെ വെയിറ്റ് കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 35 കിട്ടി. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ദ ആവറേജ് വെയിറ്റ് ഓഫ് കിഡ്സ് സെക്കൻഡ് ഗ്രൂപ്പ്. രണ്ടാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത കുട്ടിയുടെ ശരാശരി തൂക്കം എത്രയാണ്? 36 കിലോഗ്രാം ആണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് നമ്മൾ കാണുക. 36 ഗുണിക്കണം 11. 36 ഗുണിക്കണം 11 ചെയ്യുമ്പോൾ 396 396 നമുക്ക് കിട്ടും. അപ്പം വെയിറ്റ് ഓഫ് ന്യൂലി ജോയിൻഡ് അപ്പം പുതുതായി ചേർന്ന കുട്ടിയുടെ വെയിറ്റ് എത്രയാണ്? 396 - 350. അപ്പോൾ 396 350 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 46 കിലോഗ്രാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഗ്രൂപ്പും അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ദ ആവറേജ് വെയിറ്റ് ഓഫ് കിഡ്സ് ഇൻ തേർഡ് ഗ്രൂപ്പ് എത്രയാണ്? 34 ആണ്. അപ്പം ടോട്ടൽ വെയിറ്റ് നമ്മൾ കാണണം. 34 × 11 374 ആണ്. അപ്പം ന്യൂലി ജോയിൻഡ് വെയിറ്റ് ഓഫ് ന്യൂലി ജോയിൻഡ് എത്രയായിരിക്കും? 374 - 350 ദാറ്റ് ഈസ് 24 കിലോഗ്രാം, 24 കിലോഗ്രാം. അപ്പം വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്താണ് നമ്പർ ഓഫ് ആദ്യം നമ്മൾ ടോട്ടൽ കണ്ടു, ആദ്യത്തെ ടോട്ടൽ കണ്ടു. പിന്നെ ഓരോ കുട്ടിയും ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ ആ ടോട്ടലും കണ്ടു. അപ്പോൾ വെയിറ്റും ടോട്ടലും ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 385 കിട്ടി. ആദ്യം നമ്മൾ 385 350 നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 35 കിട്ടി. പിന്നെ കുട്ടി ജോയിൻ ചെയ്തപ്പോൾ 36 കിലോഗ്രാം ആയി എന്ന് പറഞ്ഞു, 36 കിലോഗ്രാം ആയി മാറി. അപ്പോൾ നമ്മൾ 36 ഗുണിക്കണം 11 ചെയ്തു. അപ്പോൾ 390. അപ്പോൾ നമ്മൾ 10 കുട്ടികളിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ പുതിയ കുട്ടിയുടെ ആവറേജ് വെയിറ്റ് നമുക്ക് കിട്ടി. പുതിയ കുട്ടിയുടെ വെയിറ്റ് കിട്ടി, ആവറേജ് അല്ല വെയിറ്റ് കിട്ടി. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.